പാതായ ഭഗവതാം നാരായണീന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതീം അഷ്ടദശാധ്യായിനി അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം കഴിഞ്ഞു. അടുത്ത 39ാമത്തെ ശ്ലോകമാണ്. ഷീപിക്ക് വായിക്കാമോ ശ്ലോകവും അർത്ഥം? വായിക്കാം സാറേ. 39 അല്ലേ സാർ? 39. ഏഷാദേ അഭിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. അർജുന, നിനക്ക് ഉപദേശിക്കപ്പെട്ട ഇത് സാംഖ്യ സിദ്ധാന്തം അനുസരിച്ചുള്ള ജ്ഞാനമാകുന്നു. കർമ്മയോഗം അനുസരിച്ചുള്ള ജ്ഞാനത്തെ കേട്ടുകൊള്ളുക. ഇതറിഞ്ഞ് യുക്തനായി സമർത്ഥനായി കർമ്മബന്ധത്തിൽ നിന്ന് നിനക്ക് മുക്തനാവാം. അടുത്ത വായിക്കണം. പരമാർത്ഥ തത്വത്തെ ബോധിക്കാനുതകുന്ന വിചാര രീതി അത്രേ സാംഖ്യം. അതാണ് ശോകമോഹസങ്കുലമായ സംസാരത്തിൽ നിന്ന് നമ്മെ കരകയറ്റുന്ന സാംഖ്യജ്ഞാനമാണ് ഇതുവരെ വിവരിച്ചത്. ഇനി യോഗത്തെ സംബന്ധിച്ച ബുദ്ധിയെ അഥവാ ജ്ഞാനത്തെ, അതായത് പരമജ്ഞാന പ്രാപ്തിക്കുപായമായ കർമ്മയോഗത്തെ വിവരിക്കാം. ഹൈന്ദവ ധർമ്മത്തിൽ കർമ്മഫല സിദ്ധാന്തത്തിന് പ്രമുഖമായ ഒരു സ്ഥാനമാണുള്ളത്. നമ്മിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വിധിയാണതെന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ഇതിന്റെ ശരിയായ അർത്ഥം അറിയുമ്പോഴേ ഹൈന്ദവ ജീവിത രീതിയുടെ മഹത്വം വ്യക്തമാവൂ. കൊല്ലങ്ങൾക്ക് മുമ്പ് മദിരാശിയിൽ വെച്ച് ശ്രീ രമണറാവു നടത്തിയ കൊലക്കുറ്റത്തിന് ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് ഞാൻ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയാണ് അന്നത്തെ ആ കുറ്റവാളിയാണ് ഇന്നത്തെ ഈ സ്വാമി എന്ന്. നിയമത്തിന്റെ നീണ്ട കൈ മദിരാശിയിൽ നിന്ന് ഡൽഹിയിലെത്തി ആ റാവുവിന്റെ കൊലക്കുറ്റത്തിന് ഈ സ്വാമിയെ പിടികൂടി. അന്നത്തെ ആ റാവു തന്നെ ഇന്നത്തെ ഈ സ്വാമി അല്ലേ? അല്ല, അതെ അതെ. അതിപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സാംഖ്യയോഗം എന്ന് പറയും. സാംഖ്യജ്ഞാനം എന്നുവെച്ചാല് ഈ പരമാത്മ തത്വത്തെയും പരമാത്മാവിനെ ജീവാത്മാവ് നമ്മളാരും ഞാൻ ആരാണെന്നും എന്നെ നടത്തുന്ന ശക്തി എന്താണെന്നുള്ള തത്വങ്ങളാണ് പരമാത്മ. അതുകൊണ്ടാണ് സാംഖ്യജ്ഞാനം എന്നാ പറയുന്നത്. സാംഖ്യം വിശേഷപ്പെടുന്നുള്ള സാംഖ്യശാസ്ത്രവും ഉണ്ട്, സാംഖ്യജ്ഞാനവും ഉണ്ട്. പരമാത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രം അതാണ് സാംഖ്യയോഗം. പിന്നെ നമ്മുടെ ഭൗതികമായിട്ട് ശരീരത്തിന്റെ ഘടനയെ കുറിച്ചൊക്കെ പറയുന്നതാണ്. 24 ഘടകങ്ങളുണ്ട് ഈ നമ്മുടെ ജീവാത്മാവിന്റെ ജഡവസ്തുവിന്. അത് പ്രകൃതി. കാരണം അർദ്ധനാരീശ്വര കൺസെപ്റ്റ് ഉണ്ടല്ലോ, പുരുഷൻ പ്രകൃതി. ആ പുരുഷൻ എന്ന് പറഞ്ഞ പരമാത്മ ചൈതന്യത്തിന്റെയും സ്ത്രീ പുരുഷൻ പ്രകൃതി എന്ന് പറഞ്ഞ സ്ത്രീ, അതാണ് അർദ്ധനാരീശ്വര നാരി എന്നുള്ളത്. അത് പ്രകൃതിയായിട്ടാണ്, പുരുഷനും പ്രകൃതി. അതിനെ പുരുഷനെ കുറിച്ചുള്ളതാണ് ഇവരെ പറഞ്ഞേക്കുന്നത്. ആ പരമാത്മ തത്വത്തെ കുറിച്ചുള്ള അതിന് ആ ശാഖയ്ക്കാണ് സാംഖ്യജ്ഞാനം അല്ലെങ്കിൽ സാംഖ്യയോഗം എന്ന് പറയുന്നത്. ഇപ്പം ഇനി സാംഖ്യജ്ഞാനം, ഈ യോഗം വെച്ചാല് കർമ്മയോഗം. യോഗം വെറും യോഗം എന്ന് പറഞ്ഞാൽ അതിന് കർമ്മയോഗം എന്ന അർത്ഥം. ഈ കർമ്മയോഗം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു സംഗതിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇത് അവകാശമില്ല. നമ്മൾ ആത്മസംയമനത്തിൽ എല്ലാത്തിനെയും സമചിത്തതയെ കണ്ട് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഓരോ കഴിഞ്ഞ 2 ശ്ലോകമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മൾ വിധി, നമ്മൾ എല്ലാത്തിനും എന്റെ വിധിയാ, ഞാൻ വിധിക്കപ്പെട്ടതാ ഇങ്ങനെ കഴിയാൻ, നമുക്കൊരു തോന്നലുണ്ട്. ഈ വിധി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്റെ കർമ്മഫലം അല്ലെങ്കിൽ വിധി. ഇപ്പം ഏതോ എന്റെ കുറ്റമല്ല, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കർമ്മഫലം എന്നും എന്റെ കർമ്മഫലം വെച്ചാൽ നമ്മൾ ആ കർമ്മഫലം വേണേ അങ്ങനെ പറയുക, അല്ലെങ്കിൽ എന്റെ വിധി എന്ന് പറയുന്നു. എനിക്ക് ദൈവം ഈ ജന്മം, ഞാനിതൊന്നും കാരണക്കാരനല്ല,
എനിക്ക് ദൈവം വിധിച്ചത് ഇതാ. ഓരോരുത്തർക്കും ഓരോ തലയിലെഴുത്തുണ്ട്. ആ വിധിച്ചത് ഇതാ. അതായത് ഞാൻ തെറ്റുകാരനല്ല, എന്റെ വിധിയാണ് എന്നിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ്. വിധി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ അതിന്റെ കാരണക്കാരനല്ല. എന്നിൽ വന്ന ഒരു ദൈവം തന്നേക്കുന്ന ഒരു ശിക്ഷ പോലാണ്. എന്തിനാണെന്നറിയാം, ഞാൻ വിധിക്കപ്പെട്ടതാ, ഞാൻ ഇതിന് വിധിക്കപ്പെട്ടവളാ അല്ലെങ്കിൽ വിധിക്കപ്പെട്ടവനാ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ കാരണം ഞാനല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ വന്നേക്കുന്നു. ആ രീതിയിലാണ് ഇതിനെ നമ്മളെല്ലാവരും കാണുന്നത്. ഇപ്പം ഇതിനകത്ത് സ്വാമിജി ഒരു ഇത് പറയുന്നുണ്ടല്ലോ, ഡൽഹിയിൽ വെച്ച് ഇതുപോലെ നമുക്കൊരു ഉദാഹരണമുണ്ട്. ഈയിടെ കുറച്ചാൾ മുമ്പ് ആലുവയിലെ ഒരാളെ ഒരു കേസിലെ പ്രതിയാന്ന് പറഞ്ഞ് സംശയിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല. ആലുവ ഒരു പ്രതിയുടെ പിടിച്ചോണ്ട് പോയി. പക്ഷെ ആ പ്രതിയെന്ന് സംശയിച്ച് വേറെ ആളെ പിടിച്ചോണ്ട് പോയി. അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ ഇടയിൽ അവർ മർദ്ദിച്ചപ്പോഴേ ഇതിലെ അയാൾ മരിച്ചുപോയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കുറ്റവും ചെയ്യാത്ത ഒരാള്, പോലീസുകാര് ആ പ്രതി വേറൊരാളാന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ പിടിച്ചോണ്ട് പോകാൻ അറിയാതെ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടയിൽ അയാൾ മരിച്ചുപോയി പോലീസുകാരുടെ മർദ്ദനമേറ്റ്. ഇപ്പൊ അയാൾ എന്തോ പഴിച്ചു, അയാൾ എന്തോ തെറ്റ് ചെയ്തു, അങ്ങേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് പോകുന്നു, മർദ്ദിക്കുന്നു, മരിക്കുന്നു. അപ്പം നമുക്ക് തോന്നുന്നു, കണ്ടോ പോലീസുകാർ അതൊക്കെ ശരിയാണ്. പക്ഷേ അതേ എക്സാമ്പിൾ അവിടെ പറയുന്നത് സ്വാമിജി. ഹൈന്ദവ ധർമ്മത്തിൽ കർമ്മഫല സിദ്ധാന്തത്തിൽ പ്രമുഖമായ ഒരു സ്ഥാനമാണുള്ളത്. നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെട്ട വിധിയാണെന്ന് അത് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ഇതിന്റെ ശരിയായ അർത്ഥം അറിയുമ്പോഴേ ഹൈന്ദവ ജീവിതത്തിലുള്ള മഹത്വം വ്യക്തമാകും. കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്രാസിയിൽ വെച്ച് ശ്രീ രമണറാവു നടത്തിയ കൊലക്കുറ്റത്തിനെ ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് ഞാൻ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയാണ് അന്നത്തെ ആ കുറ്റവാളിയാണ് ഇന്നത്തെ ഈ സ്വാമി എന്ന്. നിയമത്തിന്റെ നീണ്ട കൈ മദ്രാസിൽ നിന്ന് ഡൽഹിയിലെത്തി ആ റാവുവിന്റെ കൊലക്കുറ്റത്തിനെ ഈ സ്വാമി പിടികൂടി. അന്നത്തെ ആ റാവു ആണ് ഇന്നത്തെ ഈ സ്വാമിയായിട്ട് ജനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ജന്മത്തിലെ ഈ മനസ്സുകൊണ്ടല്ല ചെയ്തേക്കുന്നത്. ചില ഇന്നത്തെ നമ്മൾ ഇപ്പോഴുള്ള എന്റെ ഒരു ശരീരവും മനസ്സും വെച്ചിട്ടല്ല. ഞാൻ ഈ അന്ധകരണം, ഈ മനസ്സ് വേറെ ശരീരത്തിലിരുന്ന് ചെയ്തതാണ്. ഇതേ മനസ്സ് തന്നെ ചെയ്ത്, പക്ഷെ നമുക്ക് അറിവില്ല, നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. പക്ഷെ ഇതേ അന്ധകരണം വെച്ചാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ അന്ധകരണവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും കൂടാണ് നമ്മള് ഒരു ജീവൻ വിടുമ്പോൾ, നമ്മൾ ഈ മരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ പോകുമ്പോഴേ നമ്മുടെ സൂക്ഷ്മ ശരീരവും കാരണ ശരീരമാണ് വിട്ടുപോകുന്നത്. അത് പോയി വേറൊരു ശരീരത്തിൽ കയറുക, വേറെ ശരീരം എടുക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ജന്മം ഏതോ ഒരു ശരീരത്തിൽ നിന്ന് ഈ അന്ധകരണവും കാരണ ശരീരവും ചെയ്ത് കൂട്ടിയ കർമ്മത്തിന്റെ ഫലം ഇന്ന് ഈ അടുത്ത ജന്മത്തിൽ ഞാൻ ഒരു ശരീരം എടുക്കും. ആ ശരീരത്തിൽ ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു അറിയാവുന്ന എക്സാമ്പിൾ. ഇങ്ങനെ നമുക്കറിയാലോ, ഒരു കാരണവും ഇല്ലാതെ ഓരോ നമ്മൾ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. ഇതിനൊക്കെ കാരണമുണ്ട്. കോസ് ആൻഡ് എഫക്റ്റ് ആണ്. ഒന്നും ഇവിടെ ഒരു കാരണമില്ലാതെ കാര്യം ഉണ്ടാവത്തില്ല. കോസ് ആൻഡ് എഫക്റ്റ് അതൊരു സയന്റിഫിക് ഒരു പ്രിൻസിപ്പിളാണ്. അതൊരു പ്രകൃതി നിയമമാണ്. അതിനെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈശ്വരന് പോലും കർമ്മഫലത്തിനെ തടുക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ എത്രയോ ഉപവാദമായിട്ട് എത്രയോ കാര്യങ്ങളുണ്ട്, കഥകളുണ്ടെന്നറിയോ പുരാണത്തിലും ഭാഗവതത്തിലും എല്ലാത്തിലും. നമുക്ക് കാരണം നമ്മുടെ കർമ്മഫലത്തിനെ ദൈവത്തിന് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഈ കർമ്മഫലം നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റൂ. അത് നമ്മൾ വിചാരിക്കും, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്തെല്ലാം അനുഭവിക്കുന്നു, ദൈവം എനിക്കെന്ന് ശിക്ഷയാന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ വേറെ ഏതോ ശരീരത്തിലിരുന്ന് ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങൾ ഞാൻ ഇന്ന് അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾക്ക് വരുന്ന അനുഭവങ്ങളെ അനുകൂലവും പ്രതികൂലമായിട്ടുള്ള നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതിനെ ഹോൾ ഹാർട്ടായിട്ട് നമ്മൾ അതിന്റെ തീവ്രത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ്ഡ് മൈൻഡോടെ, ഒരു ആത്മസംയമനത്തോടെ എല്ലാത്തിനെയും നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ദുരിതങ്ങൾ മാറ്റാം. അപ്പോൾ ഈ ദുരിതങ്ങൾ മാറ്റുകയും ചെയ്യും. എനിക്ക് ഫർദർ ആയിട്ടുള്ള എന്റെ കർമ്മഫലം കൂടത്തുമില്ല. എന്റെ മനസ്സിനെ എന്റെ മുക്തിയിലോട്ട് നയിക്കാനും പറ്റും. ഇതാണ് എനിക്ക് പറഞ്ഞൊരു. അടുത്ത പാരഗ്രാഫ് ഒന്ന് പ്രീത് വായിക്കാം. സർ. അതുപോലെ ലോകം ഒരു നിയതിക്ക് വിധേയമാണ്. അതിന്ന് പ്രകൃതി നിയമത്തിന് തെറ്റുപറ്റില്ല. മുമ്പ് ചെയ്തുപോയ തെറ്റിന്റെ പാപത്തിന്റെ ശിക്ഷയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ദുഃഖം എന്ന് ഹൈന്ദവാചാര്യന്മാർ പറയുമ്പോൾ നെറ്റി ചുളിക്കേണ്ട. മുൻ ജന്മത്തിൽ മറ്റൊരു ശരീരം കൊണ്ട് വേറൊരു ദേശത്തിൽ എന്നോ ചെയ്ത തെറ്റിന് ഈ ജന്മത്തിൽ ഈ ശരീരം കൊണ്ട് ഇവിടെ വെച്ച് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്ന് തീർച്ച, അന്ന് പാപം ചെയ്ത വ്യക്തിയും ഇന്ന് ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയും രണ്ടല്ല.
ഇരു വ്യക്തികളിലെയും പൊതുഘടകം ഒന്നു തന്നെയാണ്. ആ ഘടകമത്രേ അന്ധകരണം അഥവാ മനോബുദ്ധികൾ. ബോധപൂർവം ചെയ്യപ്പെടുന്ന ഓരോ കർമ്മവും അത് ചെയ്യുന്ന ആളിന്റെ മനസ്സിൽ അയാളുടെ ഉദ്ദേശത്തിന്റെ മട്ടനുസരിച്ച് അതിൻ്റെതായ ഒരു സംസ്കാരം നിക്ഷേപിക്കുന്നു. ഇങ്ങനെ കർമ്മം കൊണ്ട് ഉള്ളിൽ കൂടിയ സംസ്കാര സഞ്ചയത്തെ, വാസനകളെ കർമ്മം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാനാണ് നാം എല്ലാം ജീവിതത്തിൽ നിശ്ചിത കർമ്മരംഗങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മനസ്സിലെ പാപവാസനകൾ കഴുകിക്കളയുന്ന പാവന ജലമത്രേ സങ്കടക്കണ്ണീർ. സ്വന്തം പാപവാസനകളുടെ തോതനുസരിച്ച് ദുഃഖിക്കാനുള്ള സാഹചര്യവും കരയാനുള്ള അവസരവും ഓരോ ആൾക്കും സ്വജീവിതത്തിൽ വന്നുചേരും. വാസ്തവത്തിൽ അവ ദുഃഖകരങ്ങളായിരുന്നില്ലെന്ന് പിൽക്കാലത്ത് മനസ്സിലാവുകയും ചെയ്യും. കണ്ണീരിൽ കഴുകിയ ശുദ്ധമായ മനസ്സ് ജീവിതാനുഭവങ്ങളുടെ അർത്ഥം ശരിക്കും ഗ്രഹിക്കാൻ സമർത്ഥമായിത്തീരുന്നു. ശരിക്കാലോചിച്ചാൽ ദുഃഖിക്കത്തക്ക ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെന്നു കാണാം. ഉള്ളിലെ പാപവാസനകളാണ് മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നത്, സാഹചര്യമല്ല. അതെ, ഇത് നമ്മളിപ്പോ ഈ പറഞ്ഞ ഒക്കെ തന്നെയാണ്. നമ്മൾ ഓരോ കഴിഞ്ഞ ജന്മം ചെയ്ത ഈ വേറെ ഏതോ ശരീരത്തിൽ നിന്ന് ചെയ്തതിന്റെ ആ കർമ്മഫലത്തിന്റെ ഫലമാണ് നമ്മൾ ഈ ജന്മം നമ്മൾക്ക് നമ്മുടെ പ്രാരബ്ധമായിട്ട് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പം ഈ ആ പൊതു ഘടകം എന്ന് വെച്ചാൽ അന്നത്തെ ഞാനും ഇന്നത്തെ ഞാനും ശരീരം മാത്രമേ മാറിയിട്ടുള്ളൂ. പൊതുഘടകം ഞാൻ എന്ന് പറഞ്ഞു വെച്ചാല് സൂക്ഷ്മ ശരീരമാണ്, അതാ മനോബുദ്ധികള്. അതും കാരണ ശരീരം. ഈ കാരണ ശരീരമാണ് എന്നെ ഇവിടെ ജനിപ്പിച്ചത്. അതുകൊണ്ടാണ് എന്നെ കാരണ ശരീരം എന്ന് പറയുന്നത്. എന്നുവെച്ചാല് ഗുണത്തിൽ അധിഷ്ഠിതമായ സാത്വിക രജോ തമോ ഗുണത്തിൽ അധിഷ്ഠിതമായ കർമ്മവാസനകള്, ആ വാസനകളാണ് എന്നെ ഇപ്പൊ ഈ ഒരു അച്ഛനും അമ്മയുടെയും അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയുടെയും ഈ സാഹചര്യത്തിൽ എന്നെ വന്ന് ജനിപ്പിച്ച ആ വാസനയാണ്. അപ്പൊ അതുകൊണ്ടാണ് കാരണ ശരീരം എന്ന് പറഞ്ഞത്. ആ കാരണ ശരീരത്തിന് പ്രവർത്തിക്കുന്നത് ഈ മനോബുദ്ധികൾ കൊണ്ടാണ്. അപ്പം ഈ സൂക്ഷ്മ കാരണ ശരീരവുമാണ് അന്ന് ആ വേറൊരു ശരീരത്തിൽ നിന്ന് ഞാൻ ആ കർമ്മം ചെയ്ത് കൂട്ടിയത്. ആ കർമ്മം ചെയ്തതിന്റെ ഫലങ്ങള് അതിന് ഒരു പ്രത്യേക ഒരു സമയം, ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനുള്ളിൽ അടുത്ത ജന്മമായി കഴിഞ്ഞു. അപ്പൊ ആ ജന്മത്തിൽ ആ ശരീരത്തിന് എനിക്ക് അനുഭവിച്ചേ പറ്റൂ. കാരണം ശരീരം ഞാനല്ല, ഞാനെന്ന് പറയുന്ന ആ ജീവാത്മാവ്. ആ ജീവാത്മാവ് ഒരു ശരീരം വിട്ട് അടുത്ത ശരീരത്തിൽ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ശരീരത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലം എനിക്ക് ആ ഓരോ കർമ്മത്തിനും ഒരു നിശ്ചിത ഒരു അളവുണ്ട്, ഒരു കാലയളവുണ്ട്. ആ കാലയളവ് അതിനുള്ളിൽ ഞാൻ അടുത്ത ശരീരം എടുത്തു. അതുപോലെ ഞാൻ ബാല്യത്തിൽ ചെയ്ത ഒരു തെറ്റിനെ ഞാൻ ചിലപ്പം പ്രായം ചെല്ലുമ്പോഴായിരിക്കും എനിക്ക് ആ സമയത്തായിരിക്കും അതിന്റെ അനുഭവം വരുന്നത്. അപ്പം എന്തെങ്കിലും ഓരോ കർമ്മത്തിനും അതിൻ്റെതായ ഒരു കാലഘട്ടമുണ്ട്. ഇപ്പൊ പലതരത്തിലുള്ള എത്രയോ വിത്തുകൾ കുഴിച്ചിടുന്നു. ഓരോ വിത്തിനും അതിൻ്റെതായ സമയം ദൈർഘ്യമെടുത്തിട്ട് അതൊരു വളർന്ന് ചെടിയായി ഒരു ഫലം തരത്തുള്ളൂ എന്ന് പറയുന്ന പോലാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഒരു നിശ്ചിത കാലയളവിന് ശേഷം അത് കർമ്മഫലമായിട്ട് വരും. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിലെല്ലാം ദുഃഖിക്കുകയാണ്. പക്ഷെ നമ്മളിൽ നിന്ന് പോയി നമ്മൾ തിരിച്ചു വന്നല്ലേ പറ്റൂ, നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയതാ. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനകത്തിൽ ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഈ സംസ്കാരം എങ്ങനെയാണെന്ന് സ്വാമിജി ഇവിടെ പറയുന്നുണ്ട്. നമുക്കെങ്ങനെ സംസ്കാരം എന്റെ സംസ്കാരം അല്ലെങ്കിൽ വാസന അല്ലെങ്കിൽ കർമ്മഫലം, ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഒരു സ്ഥലത്ത് ആരും നടക്കാത്ത ഒരു സ്ഥലത്ത് നമ്മളൊന്ന് നടന്നു നോക്കിയാലും നമ്മുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാം. നല്ല പ്രതലത്തിൽ ഒരു മണ്ണിന്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആരും നടന്നിട്ടേ ഇല്ല. അവിടെ നമ്മൾ ഒരു പ്രാവശ്യം നടക്കുന്നു, കാൽപ്പാടികൾ കാണാം. അതിലേക്കൂടെ തന്നെ നമ്മൾ 2 പ്രാവശ്യം പോയി, 3 പ്രാവശ്യം പോയി, 4 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ കാലടികളുടെ ഒരു പാത ഒരു ലൈൻ പോലെ നമുക്ക് അവിടെ കിടക്കൂടെ. എന്നുവെച്ചാല് ഞാൻ ആദ്യം നടന്ന കാലടികൾ ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ പുറത്തുകൂടെ തന്നെ പിന്നെയും നടന്നു, അതേ കർമ്മം ഞാൻ ചെയ്തു. അപ്പൊ അതൊരു ചാലായിട്ട് മാറും, അതൊരു പാതയായിട്ട്, ഒരു പാത്രമായിട്ട് മാറും. അതൊരു സംസ്കാരം. ഇതുപോലെ നമ്മുടെ സ്വഭാവത്തില് നമുക്കൊരു ചായ കുടിക്കാത്ത നമ്മള് ചായ കുടിച്ച് ഡെയിലി നമ്മൾ ചായ കുടിക്കുന്നു. ഒരു ദിവസം ചായ കുടിച്ചു, അതിന് ആദ്യത്തെ ദിവസം ചായ കുടിച്ചു, 2ാമത്തെ ദിവസം ചായ കുടിച്ചു, 3ാമത്തെ ദിവസം ചായ കുടിച്ചു, 4ാമത്തെ ദിവസം അതേ സമയത്ത് എനിക്ക് ചായ കുടിക്കണം എന്നുള്ള ഒരു തോന്നൽ വരും. ഇല്ല, എനിക്ക് ഡിസ്കംഫർട്ട് ആവും. അപ്പം ഞാൻ അതിന് തലവേദന വരും. അപ്പൊ ഞാൻ ചായ കുടിക്കും. അപ്പം ചായ കുടിക്കണം എന്നുള്ളൊരു വാസന ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ഇത് എന്റെ ഒരു സംസ്കാരം, സ്വഭാവമായിട്ട് മാറും. അത് ആദ്യം ഒന്നിനോട് ഇതുപോലാണ് എന്റെ ഇഷ്ടവും അനിഷ്ടവും.
ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ചില അനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതേ കർമ്മം ചെയ്യും, പിന്നെ എനിക്ക് ആ അനുഭവം വരും, പിന്നെയും ഞാൻ അങ്ങനെ ചെയ്യും. എനിക്ക് ആ ഇഷ്ടം തോന്നുന്നുണ്ട്, ഞാൻ ആ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്താൽ എനിക്ക് ആ സുഖം കിട്ടുന്നതുകൊണ്ട് ഞാൻ പിന്നെയും ആ കർമ്മം ചെയ്യാൻ ടെംപ്റ്റഡ് ആവും. അതാണ് എന്റെ വാസനകൾ എന്നെ പ്രേരിപ്പിക്കും. അതേസമയത്ത് ഞാൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാവുന്നു, പിന്നെ ഞാൻ രണ്ടാമത് അത് ചെയ്യാൻ മടിക്കും, അതുപോലെ മൂന്നാമത് ചെയ്യാൻ മടിക്കും, അതേപോലെ. അപ്പം എനിക്ക് ഒരു കർമ്മത്തോട് ഇഷ്ടം, ഒരു കർമ്മത്തോട് അനിഷ്ടം. അപ്പൊ ഇങ്ങനെ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളും എന്റെ സ്വഭാവവും ഒക്കെ രൂപീകരിക്കുന്നതിന്റെ ഒരു മെക്കാനിസമാണ് സ്വാമിജി ഇവിടെ പറഞ്ഞു. നമ്മുടെ ഈ ജന്മം, നമ്മളെ ഈ കഴിഞ്ഞ ജന്മം കൂട്ടിയ പാപവാസനകളും കർമ്മഫലങ്ങള് അനുഭവിക്കാനാണ് നമുക്ക് ഓരോ ദുഃഖമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത്. അപ്പൊ ഈ സങ്കടക്കണ്ണീർ, ഈ കണ്ണീര് നമ്മളിങ്ങനെ കരയും. ഈ പാപവാസനകൾ കഴുകിക്കളയാൻ വേണ്ടി നമുക്ക് ദുഃഖാനുഭവങ്ങൾ വന്നു ചേരും, നമ്മളിത് കരയും, ലഭിക്കും. അപ്പം നമുക്ക് വേറൊരു അനുഭവത്തിൽ അറിയാം, നമുക്ക് ഏതെങ്കിലും ഒരു ദുഃഖാനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ കരഞ്ഞെന്നിരിക്കട്ടെ, കുറച്ചു നേരം കരഞ്ഞു, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? കുറെ കഴിയുമ്പോൾ നമ്മൾ ആ കരച്ചിൽ പതുക്കെ നിൽക്കും. അപ്പോ കരച്ചിൽ നിന്നിട്ട് പിന്നെ നമുക്ക് ആ ദുഃഖത്തിൽ നിന്ന് മാറി നമുക്കൊരു ശാന്തത വരും. എന്തോ ആയിക്കോട്ടെ, കുറെ നേരം കരഞ്ഞു കഴിഞ്ഞ് പിന്നെ ആ കരച്ചിൽ അങ്ങനെ നീക്കും. പിന്നെ നമുക്കൊരു സ്വസ്ഥത വരും. അതാണ് നമുക്ക് ഈ കരഞ്ഞ് നമ്മുടെ പാപവാസനകൾ അതിന് ഈ കർമ്മഫലത്തിൽ നമുക്ക് ഈ കഴിഞ്ഞ ജന്മം ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്ന ദുഃഖാനുഭവങ്ങളുടെ, ഞാൻ ആർക്കെങ്കിലും ദുഃഖങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരണം ആരൊക്കെയോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുഃഖങ്ങളെല്ലാം എനിക്ക് തിരിച്ചു വരും. അതുപോലെ എനിക്ക് കരയാനും എനിക്ക് അതേപോലെ സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ കരച്ചിലോട് വെച്ചാൽ നമ്മൾ പാപത്തിനെ അതിന്റെ നമ്മൾ ചില ദുഃഖാനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ശപിച്ചുകൊണ്ടിരിക്കും ദൈവത്തിനെയോ. ചില ഭക്തിയിലുള്ളവരാണെങ്കിൽ പിന്നെ ദൈവത്തിനെ ശപിക്കും. നമ്മൾ ഓരോന്നിനെയും ശപിച്ചുകൊണ്ട് നമ്മൾ പക്ഷെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ കരച്ചിലൂടെ എന്തുവാ നടക്കുന്നത്? അതൊരു വാഷിംഗ് പ്രോസസ്സാ. എന്ന് വെച്ചാൽ എനിക്ക് കരയാനുള്ള ദുഃഖാനുഭവങ്ങൾ വരുമ്പോ എനിക്കൊരു പകുതി ആശ്വാസം കിട്ടുക. പക്ഷേ ഇതിനത്തില് മൊത്തമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കർമ്മത്തിൽ കൂടെ ഒക്കത്തുള്ളൂ. ഈ വരുന്ന അനുഭവങ്ങളെ ഞാൻ സംയമന രീതിയിൽ അഭിമുഖീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം ഈ രീതിയിലുള്ള നമ്മൾ ജീവിതത്തിനെ അഭിമുഖീകരിക്കണം എന്ന് പറയുവാണ് ഈ ശ്ലോകത്തിൽ. അടുത്ത ഇതോടെ വായിച്ചോളൂ പ്രീതു. ഇത് റെക്കോർഡ് പ്ലെയറിൽ ഒരു ഗ്രാമമാണ്. റെക്കോർഡ് പ്ലെയറിൽ ഒരു ഗ്രാമഫോൺ റെക്കോർഡ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം പാട്ട് കേൾക്കില്ല. അതെടുത്ത് ഡിസ്കിൽ വെച്ച് വേണ്ട വേഗതയിൽ തിരിച്ചാലും പാട്ട് വരില്ല. സൂചിയുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അതിലെ പാട്ട് പുറത്തു കേൾക്കുകയുള്ളൂ. ഡിസ്കിൽ അവ്യക്താവസ്ഥയിലിരിക്കുന്ന പാട്ട് സൗണ്ട് ബോക്സിലൂടെ പ്രകടമാവുന്നു. അതുപോലെ മനസ്സിലെ അവ്യക്താവസ്ഥയിലിരിക്കുന്ന വാസനകൾ സുഖകരമോ ദുഃഖകരമോ ആയി പ്രകടമാവുന്നത് അഹന്തയാകുന്ന സൂചിയുമായി ബന്ധപ്പെടുമ്പോഴാണ്. മുൻ ശ്ലോകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതു സാഹചര്യത്തിലും തികഞ്ഞ സമചിത്തത പാലിക്കുന്ന യോഗി ബുദ്ധിപരമായ ദുഃഖ ചിന്തകളോ മാനസികമായ ജയസങ്കല്പങ്ങളോ ശാരീരികമായ ലാഭാലാഭഭാവങ്ങളോ അലട്ടാത്ത തന്റേതായ ഒരു ലോകത്തിൽ അനന്യസാധാരണമായി പ്രശാന്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു. ശരീര ബുദ്ധിതലങ്ങളിൽ എത്ര കണ്ട് നിസ്സംഗനായി നിൽക്കാൻ കഴിയുമോ അത്ര കണ്ട് അഹന്ത അഥവാ ഞാൻ കർത്താവും ഭോക്താവുമാണെന്ന തോന്നൽ ഇല്ലാതാവും. ഇങ്ങനെ താൻ ഭോക്താവാണെന്ന തോന്നൽ തന്നെ ഇല്ലാതായ യോഗിയെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാൻ ഇനി കർമ്മഫലം ബാക്കി നിൽക്കുന്നില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ അധ്യായത്തിൽ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന ആർക്കും വ്യക്തമാവും കർമ്മ സിദ്ധാന്തം കൃഷ്ണന്റെ പുത്തൻ ആശയമല്ലെന്ന്. ഹിന്ദുമതത്തിലെ പഴയ ആശയത്തെ തന്നെ പുതിയ രീതിയിൽ കൃഷ്ണൻ ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ആശയത്തിലല്ല ആവിഷ്കരണത്തിലാണ് ഗീതയുടെ പുതുമ. അധപതനത്തിന്റെ വക്കത്തോളമെത്തിയ ഹിന്ദുമതത്തെ പുനരുദ്ധരിക്കാൻ ഈ നവീകരണത്തിന് കഴിഞ്ഞു. 7000 കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീ വ്യാസഭഗവാൻ കൊളുത്തിയ ആ ഭദ്രദീപം ഗീത ഇന്നും മാനവരാശിക്ക് വെളിച്ചമേകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കർമ്മ വാസനകളെ നമ്മൾക്ക് മാറ്റാൻ നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതിനെ കർമ്മയോഗത്തിൽ, ഈ കർമ്മയോഗത്തിൽ വെച്ചാല് ആത്മസമയം തൊഴിൽ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടല്ലോ, ജയത്തിനെയും പരാജയത്തിനെയും ദുഃഖത്തിനെയും സുഖത്തിനെയും ലാഭത്തിനെയും നഷ്ടത്തിനെയും വെച്ചാല്
ശരീര മനോബുദ്ധി തലങ്ങളിൽ ഉണ്ടാവുന്ന എല്ലാ വിപരീത അനുഭവങ്ങളെയും, അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളെ നമ്മൾ സമചിത്തതയോടെ അഭിമുഖീകരിക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ആ കർമ്മയോഗ എല്ലാ കർമ്മങ്ങളും നമ്മൾ കർമ്മയോഗത്തിൽ ചെയ്യുക. വാസനാ കർമ്മങ്ങളെല്ലാം കർമ്മയോഗത്തിൽ കൂടി ചെയ്യാൻ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കർമ്മഫലത്തിൽ നമുക്ക് മുക്തി നേടാൻ ഒക്കും. കർമ്മഫലങ്ങളെല്ലാം ഇല്ലാതാകുകയും ചെയ്യും. പുതിയതായിട്ടുള്ള ഒരു കർമ്മഫലങ്ങളും ഉണ്ടാകത്തുമില്ല. ആഗാമികം പറഞ്ഞല്ലോ, സഞ്ചിതം ആണ് പ്രാരബ്ധമാകുന്നത്. ഈ പ്രാരബ്ധത്തിൽ ഞാൻ ചെയ്യുന്ന പുതിയ കർമ്മങ്ങളിൽ കൂടെ എന്റെ കർമ്മവാസനകൾ വരും. അത് ആഗാമികമായിട്ട് വരും. ഈ ആഗാമികമായിട്ടുള്ള വാസനകളും ഉണ്ടാവത്തില്ല, പ്രാരബ്ധം കുറയുകയും ചെയ്യും. കാരണം എന്റെ വാസനകളെല്ലാം ഞാൻ കർമ്മയോഗത്തിലൂടെ ചെയ്യുമ്പോഴേ. അപ്പൊ ഈ രീതിയിൽ ചെയ്യുന്നത് ഇതിനകത്ത് പറയുന്നത്, ഈ കൃഷ്ണൻ ഈ പറയുന്ന കർമ്മയോഗം എന്നുള്ളതുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ പുതിയ ഈ ഉപനിഷത്തുകളിൽ ഈ കർമ്മയോഗത്തിനെ കുറിച്ച് പറയുന്നില്ല. ഇപ്പൊ കൃഷ്ണൻ ഈ ഉപനിഷത്തുകളെല്ലാം ആധാരമാക്കി അത് സാധാരണ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ അതിന്റെ പ്രിൻസിപ്പിൾസ് എടുത്ത് ഉണ്ടാക്കിയ ഒരു പുതിയ നൂതനമായിട്ടുള്ള രീതിയാ കർമ്മ. വെച്ചാൽ അന്ന് ഈ വേദങ്ങളിലൊക്കെ കർമ്മകാണ്ഡത്തില് നമ്മൾ ഒത്തിരി ഇനി അടുത്ത ശ്ലോകത്തിലോട്ട് അതൊക്കെയാ വരാൻ പോകുന്നത്. നമ്മുടെ ആദ്യം നമ്മൾക്ക് വേദവിധികൾ പറയുന്നുണ്ട്, പൂജാവിധികളും യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ കാര്യസിദ്ധിക്ക് വേണ്ടി. അപ്പം ആ കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ളത് നമ്മൾ ആ പൂജാകർമ്മങ്ങളോ അല്ലെങ്കിൽ യജ്ഞഭാവനയോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൽ നിന്ന് വിട്ട് നമ്മൾ നമുക്കൊന്നും ഇതൊന്നും യജ്ഞോ യാഗോ അതൊന്നും സാധ്യമല്ല. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ വേണം നമ്മുടെ കർമ്മങ്ങളിൽ കൂടെ ആ പ്രിൻസിപ്പിൾസ് നമ്മുടെ കർമ്മങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന പോലെ ഈ ഭാഗവത്ഗീതയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, കർമ്മയോഗം എന്നുള്ള സിദ്ധാന്തം. അത് ഇതിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാ ഉപനിഷത്തുകളിലും ഉണ്ട്. പക്ഷെ ഇതിനെ നമുക്ക് ഉപകരിക്കുന്ന രീതിയിൽ അതിനെ ഒരു പുതിയതായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നതേ ഉള്ളൂ. അതാ ഈ ഗീതയുടെ ഏറ്റവും വലിയ നമുക്ക് സാധാരണക്കാർക്ക് ഉപനിഷത്തുകൾ പഠിച്ച അതിന്റെ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഈ കൃഷ്ണൻ പറഞ്ഞ രീതിയിൽ നമ്മൾ കർമ്മങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ മുക്തിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് ഇതിനകത്തിലെ ഇത്. ഓരോന്നും നിങ്ങൾ വായിച്ചിട്ട് ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ പല കാര്യങ്ങളും റെപ്പറ്റീഷനാ പറഞ്ഞു തന്നെ പിന്നെയും പറയേണ്ടി വരുന്നത്. കാരണം അതിൽ കൂടെ നമുക്ക് ഇത് ഉറക്കത്തുള്ളൂ. ജീവാത്മ പരമാത്മ ഐക്യമാണ്. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന പ്രോസസ്സാണ് ഈ എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നത്. അല്ലാതെ വേറൊരു പുതിയ ഒരു കാര്യം പറയാനില്ല. പക്ഷേ ഈ പരമാത്മാവിനെ കുറിച്ച് നമുക്ക് നമ്മൾ അറിവിൽ കൂടെ അറിയാൻ കഴിയാത്ത ഒരു എൻറ്റൈറ്റിയാണ് പരമാത്മാവ്. അപ്പം അതിനുവേണ്ടി അതിന്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പല രീതിയിൽ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള റെപ്പറ്റീഷൻ ആണ് ഇതെല്ലാം. നമ്മുടെ വേദഗ്രന്ഥങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും, അതാ അദ്വൈതം എന്ന് പറഞ്ഞത്. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഇവിടെ പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ. എല്ലാവരിലും പരമാത്മ ചൈതന്യം നിറഞ്ഞേക്കും. ഇത് നമ്മുടെ ഒരു ഭ്രമമാണ്, ശരിക്കും ഇല്ലാത്തതാണ്. നമ്മുടെ ശരീരവും ചിന്താഗതികളും ഒക്കെ ജഡങ്ങളാണ്. ഈ പരമാത്മ ചൈതന്യത്തിന്റെ എഫക്ട് ഇല്ലെങ്കിൽ ഇതെല്ലാം ജഡവസ്തുവാണ്. അപ്പൊ നമുക്ക് ഈ ഭ്രമത്തിൽ നിന്ന് നമ്മളെ ആ ഭ്രമമല്ലാത്ത ഒരു സ്റ്റേജ്, അതാണ് ആനന്ദമായിട്ടുള്ളത്. അതിലോട്ടുള്ള യാത്രയാണ് നമ്മുടെ ജീവിതങ്ങളെല്ലാം. നമ്മൾ ഈ ജനിച്ചിരിക്കുന്ന തന്നെ ഈ കർമ്മവാസന നമുക്ക് ഈ മനുഷ്യന്മ കിട്ടിയിരിക്കുന്നത് ഈ ജന്മത്തിലേ ഒക്കത്തുള്ളൂ. മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഇത്. ബാക്കി ഒരു ജന്മങ്ങളിലും ഈ മുക്തിയിലോട്ടുള്ള ഇത് നടക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ വാസനാ കർമ്മങ്ങളെ എനിക്ക് കർമ്മയോഗത്തിൽ കൂടി എൻ്റെ വാസനകൾ ഇല്ലാതാക്കി എനിക്ക് മുക്തിയിലോട്ട് പോകാം. ഈ ഒരു തത്വമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ശരിക്കും വായിച്ച് ഓരോ പ്രാവശ്യം വായിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും വലിയ ഒരിതുണ്ട്. നമുക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു വളരെ നമുക്ക് ഏറ്റവും കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു അറിവ്. നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു അറിവാണ് ഈ ഗീതയിൽ കൂടെ കിട്ടുന്നത്. നമ്മളെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ പല ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും കേൾക്കുന്നെങ്കിലും ഇതുപോലെ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ എല്ലാം കേൾക്കുമ്പോൾ നല്ലതാന്ന് തോന്നും. പക്ഷെ ഈ അറിവ് നമ്മൾ തന്നെ ചിന്തിച്ചിനെ ഉറപ്പിക്കണം. ആ ചിന്തിച്ച് എനിക്ക് ശരിയാന്ന് തോന്നണം. ആ ശരിയായി തോന്നി കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് ഉറപ്പ് വരുന്നത്. പിന്നെ അതിനെ എന്റെ സ്വഭാവത്തിലോട്ട് മാറ്റാൻ ശ്രമിക്കണം. അറിവിന്റെ തലത്തിൽ മാത്രം ഇരുന്നാൽ പോരാ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് അനുഭവമാവും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് സത്യമാണെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ ഒരു ഗീത വായിച്ച് ചുമ്മാതെ എന്റെ ശ്ലോകങ്ങളും അർത്ഥങ്ങളും കൃഷ്ണൻ പറയുന്നത് ശരിയായിരിക്കും, അങ്ങനെ വെച്ചാൽ നമുക്ക് ബോധ്യപ്പെടത്തില്ല. നമ്മുടെ സ്വഭാവത്തിൽ വരുമ്പോഴേ ഉള്ളൂ. ആ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ
നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ സത്യങ്ങൾ അറിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ മനോനിലയും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ ഇതിൽ എന്റെ സ്വഭാവത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ കാണുന്ന വിധവും രണ്ട് ലെവലിലായിരിക്കും. നമുക്കറിയാമല്ലോ, കൊച്ചു കുട്ടികളെ എത്ര വിങ്ങി പൊട്ടി കരയുന്ന കാണാം, നമുക്കറിയാം അതിനകത്ത് ഒരു കാര്യവുമില്ല. പക്ഷെ ആ കുട്ടികൾ ആ സമയത്ത് എത്ര ദുഃഖമായിരിക്കും അവർക്ക് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതല്ലേ. പക്ഷെ നമ്മൾ തന്നെ കുറച്ച് വലുതായപ്പോഴോ നമ്മൾ ആ അന്ന് കരഞ്ഞതിനെ കുറിച്ചോ ദുഃഖിച്ചതിനെ കുറിച്ചോ ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഭയങ്കര ദുഃഖമുണ്ടോ? നമ്മൾ അതേപോലെ ദുഃഖിക്കുവോ? നമ്മൾ അതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ചിരിക്കും. നമ്മൾ ഇരുന്ന് കരഞ്ഞതും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ ഇപ്പം വലുതായപ്പോഴും നമുക്ക് അതിനെ ഓർക്കുമ്പോൾ ദുഃഖം വരത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ചിരിക്കത്തേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ എന്ന്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ സ്വഭാവത്തിനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ജീവിച്ച രീതിയും ഇപ്പൊ നമുക്ക് തന്നെ അതിശയം വരും. അതൊരു നമുക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു തണുപ്പ് കാലത്ത് ഒരു തീക്കുണ്ടത്തിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേ ആ ചൂട് നമുക്ക് അനുഭവപ്പെടുന്ന പോലെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അനുഭവത്തിലോട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിനെ പലാവർത്തി വായിക്കുക, വളരെ സാവകാശം വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇത് കൃഷ്ണൻ പറഞ്ഞേക്കുന്നുണ്ട് ശരിയാണെന്ന് വിചാരിക്കാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് ആ സത്യം ഉറപ്പിക്കുക. ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും, കാരണം ഇത് സത്യമാണ്. വേറൊരു ആർക്ക് എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ യൂണിവേഴ്സൽ ട്രൂത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കൺവിൻസ്ഡ് ആവും. അതിനെ ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് അത് നിധിധ്യാസനം ചെയ്യുക. ശ്രവണം, മനനം, നിധിധ്യാസനം. നിധിധ്യാസനം വെച്ചാൽ എന്റെ സ്വഭാവത്തിലോട്ടാക്കുക. അതിനുവേണ്ടി നമ്മൾ പരിശീലിക്കണം. ഇതാ പ്രയത്നം. അല്ലാതെ നമ്മള് രാവിലെ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നുണ്ട്, നമ്മള് സ്തോത്രങ്ങൾ ചൊല്ലുന്നുണ്ട്, ഇതല്ല. ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിഞ്ഞിട്ട് എന്റെ സ്വഭാവത്തിനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും മനസ്സിൽ തോന്നുകയാണെങ്കിൽ പറയാം. അതിനകത്തില് ഉപേക്ഷ വരിക്കേണ്ട കാര്യമില്ല. അത് അത്ര സീരിയസ് ആണോ സില്ലി ആണോ എന്നുള്ളൊക്കെ നമുക്കൊരു ചിന്ത വരും. ഏതും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്താൽ പഠിച്ചാൽ നമുക്ക് നല്ലതായിരിക്കും. നമ്മൾ ഉറക്കി സമയം 9:30. അപ്പൊ 10 minutes ഉണ്ട്. ഇപ്പൊ ഒരു ശ്ലോകം, ഇപ്പൊ അടുത്ത ശ്ലോകം ആയിക്കഴിഞ്ഞാൽ അത്രത്തോളം സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ശരി. നമുക്ക് നാളെ കാണാം. നാളെ 9 മണിക്ക്.